നമസ്കാരം, ഞാൻ ബൈജു എന്നാർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോയിൽ 2-3 തവണ പ്രത്യക്ഷപ്പെട്ട രാജാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. ഫെയർ ഫ്യൂച്ചർ ഓവർസീസ് കൺസൾട്ടൻസി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. നമ്മുടെ വീഡിയോകളിൽ കാനഡയിലേക്കും മറ്റും കുട്ടികൾ പഠിക്കാൻ പോകാൻ വേണ്ടിയുള്ള വീഡിയോകളെല്ലാം രാജ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവരുടെ ഒരു പ്രീ ഡിപ്പാച്ചർ ഇവൻറ്റിൽ നിൽക്കുകയാണെന്നുള്ള കാര്യമാണ്. അതായത് ഫെയർ ഫ്യൂച്ചർ വഴി കാനഡയിലേക്ക് പോകുന്ന കുട്ടികളുടെ 47ാമത്തെ ബാച്ചിന് കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്ന പരിപാടി അല്ലേ. ഉപദേശങ്ങൾ കൊടുക്കുകയും അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ അവിടെ ചെന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അത്തരം പല കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി ഈ കുട്ടികൾ പുറപ്പെടുന്നതിന് മുമ്പ് ഉള്ളൊരു പ്രീ ഡിപ്പാച്ചർ ഒരു സെഷനാണ് ഇന്നിവിടെ കഴിഞ്ഞത്. ചെറിയ സെഷനല്ല, 1800 പേര് പങ്കെടുത്ത സെഷൻ നടക്കുന്നത് ലേ മെറിഡിയനിലാണ്. വർഷത്തിൽ 3 പ്രാവശ്യം ഇങ്ങനെയുള്ളൊരു പ്രീ ഡിപ്പാച്ചർ സെഷൻ ഫെയർ ഫ്യൂച്ചർ നടത്താറുണ്ട്. സത്യത്തിൽ ഇവിടെ വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം പല കുട്ടികളും നമ്മുടെ വീഡിയോ കണ്ട് വന്നവരുണ്ട്, അതുകൂടാതെ തന്നെ പ്രായമായവരുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത 3-4 പേരുണ്ട്. അവരൊക്കെ 40 വയസ്സൊക്കെ എത്തിയവരുണ്ട്. 11-12 വർഷം പഠിത്തത്തിന് ശേഷം വലിയ ഗ്യാപ്പ് വന്നവരുണ്ട്. പക്ഷേ അവരെല്ലാവരും ഫെയർ ഫ്യൂച്ചർ വഴി കാനഡയിലേക്ക് പോവുകയാണ്, പുതിയൊരു ജീവിതം തേടി പോവുകയാണ്. അപ്പോൾ അതിനാദ്യമായിട്ട് രാജിനെ അഭിനന്ദിക്കുന്നു. രാജ, വിഘ്നേഷ് എല്ലാവരും നമ്മുടെ കുടുംബാംഗങ്ങൾ പോലെയാണ്. ഫെയർ ഫ്യൂച്ചറും അങ്ങനെ തന്നെയാണ്. എന്തായാലും എനിക്ക് തോന്നുന്നത് വലിയൊരു ബാച്ചാണ് ഇപ്പോൾ പോകുന്നത് അല്ലേ? അതെ. എത്ര വലിയ ബാച്ചുകളാണ് ഇതുവരെ പോയിട്ടുള്ളത്? ഇതിലും വലുത് പോയിട്ടുണ്ടോ? ഏകദേശം എല്ലാ പ്രാവശ്യം ഏതാണ്ട് ഇതേ നമ്പേഴ്സ് ഓഫ് സ്റ്റുഡൻസ് ആണ്. ആവറേജ് 2000 സ്റ്റുഡൻസ് ഒക്കെയാണ് ഒരു ബാച്ചിൽ പോകുന്നത്. 4 മാസം. അങ്ങനെ 3 ഇൻടേക്കാണ് വരുന്നത്. ഒരു വർഷമുള്ളത്. അതെ, ജനുവരി, മെയ്, സെപ്റ്റംബർ. അപ്പോൾ ഇങ്ങനെ പോയ ഫെയർ ഫ്യൂച്ചറുള്ള എല്ലാവരെയും കാനഡയിലേക്ക് വിടുന്ന ഒരു സ്ഥിതി വരുമല്ലോ. 6000 പേരൊക്കെയാണ് ഒരു വർഷം കയറ്റി വിടുന്നത്. അത് ഫെയർ ഫ്യൂച്ചർ മാത്രമല്ലേ? ശരിക്കും അങ്ങനെ എത്ര ഏജൻസികളാണല്ലേ? ഞങ്ങൾ ശരിക്കും കേരളത്തിൽ ഞങ്ങൾക്ക് ഒറ്റ ഓഫീസുകൾ, ഈ ഒറ്റ ഓഫീസിൽ നിന്ന് മാത്രമാണ് ഞങ്ങൾ ഇത്രയും സ്റ്റുഡൻസ്. പിന്നെ ഓഫീസ് ഓവർസീസ് ദുബായിലാണ്. പക്ഷേ പലരും പറയാറുണ്ട് ഒരു ഓഫീസിൽ നമുക്ക് ഇത്രയും സ്റ്റുഡൻസിനെ സർവീസ് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല കാര്യമായിട്ട് പറയുന്നുണ്ട്. തന്നെ ഇവിടെ എല്ലാവരും എന്നോട് സംസാരിച്ച എല്ലാവരും പറഞ്ഞു ഒന്നുണ്ട് കാര്യം. അതിപ്പോൾ പുകഴ്ത്തി പറയാമെന്ന് വിചാരിക്കണ്ട. ഇവിടുത്തെ എല്ലാ ജീവനക്കാരുടെയും അറ്റൻഷൻ എന്ന് പറയുന്നത് അവർ ഭയങ്കരമായിട്ട്. രാത്രിയിൽ 9 മണിക്കൊക്കെ വിളിച്ചൊരു കാര്യം പറഞ്ഞാലും അരമണിക്കൂറിനുള്ളിൽ അവരത് ചെയ്തു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഏത് സമയത്തായാലും റെസ്പോണ്ട് ചെയ്യുന്നു. അങ്ങനെ വളരെ പ്രൊഫഷണലായ ഒരു സമീപനം എല്ലാ കാര്യങ്ങളിലും. അത് രാജിൻ്റെയും വിഘ്നേഷിൻ്റെയൊക്കെ ഈ ഒരു എന്താ പറയേണ്ടത്, ഇവർ തലപ്പത്തിരുന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളുടെ എന്താ പറയണ്ടത്, അതിന് താഴേക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു പ്രൊഫഷണലിസം എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പം ഒന്നും ഒരു പ്രതിബന്ധമല്ല എന്നുള്ളതാണ് സത്യം അല്ലേ? പ്രായം പ്രതിബന്ധമല്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ പഠിത്തം കഴിഞ്ഞ് പല വർഷങ്ങൾ കഴിഞ്ഞെങ്കിൽ അതൊരു പ്രതിബന്ധമല്ല. അങ്ങനെ ഒന്നും പ്രതിബന്ധമല്ല. 4-5 റിജക്ഷൻ കഴിഞ്ഞവരോട് സംസാരിച്ചു, അതും ഒരു പ്രതിബന്ധമല്ല അല്ലേ? അപ്പോൾ അങ്ങനെ പല ഏജൻസികളും കൈയൊഴിഞ്ഞ കേസുകൾ, അല്ലെങ്കിൽ 1-2 പേരൊക്കെ പൈസ പോലും തട്ടിച്ച കഥകളൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ളവരൊക്കെയാണ് ഫെയർ ഫ്യൂച്ചർ വന്നിട്ട് ഇപ്പം കാനഡയിലേക്ക് പോകാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട് ഈ ട്രെൻഡ്? ഇപ്പോഴും തുടരുകയാണല്ലേ കാനഡ ട്രെൻഡ്? ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പോകുന്നത് കാനഡയിലേക്കാണ്. കാരണം ഒരു സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ, പിന്നെ കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ പറ്റും. പിന്നെ ഫെയർ ഫ്യൂച്ചർ കനേഡിയൻ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസിലും ഗവൺമെൻറ് കോളേജസിലും മാത്രമേ സ്റ്റുഡൻസിനെ അയക്കുള്ളൂ. കാരണം വെച്ചാൽ നമുക്കൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആ കുട്ടികൾക്ക് കിട്ടണം. എന്നാൽ മാത്രമേ അവരെ ഉദ്ദേശിക്കുന്ന പോലെ അവിടെ എംപ്ലോയ്മെൻ്റ് ആണെങ്കിലും പിന്നീട് അവിടെ സെറ്റിൽ ചെയ്യാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യുള്ളൂ. അതെ. അപ്പോൾ നമ്മൾ ചെയ്ത വീഡിയോ കാണാത്തവരുണ്ടാകാം. അതിപ്പം നമ്മൾ ചെയ്ത വീഡിയോ ആയതുകൊണ്ട് പറയല്ല, വളരെ സമഗ്രമായിട്ടാണ് നമ്മൾ എങ്ങനെയാണ് കാനഡയിൽ പോകുന്ന കാര്യങ്ങൾ, അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഗുണങ്ങൾ, അത്ര എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാനും രാജും കൂടി 2-3 വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഫെയർ ഫ്യൂച്ചറിൽ വന്ന് നിങ്ങൾ ജോയിൻ ചെയ്യണം എന്നുള്ളതല്ല, നിങ്ങൾക്ക് കാനഡയിൽ പോകുന്നതിനെ പറ്റിയുള്ള അബദ്ധധാരണകളും അതുപോലെ തന്നെ തട്ടിപ്പിൽ പെടാതിരിക്കാനൊക്കെ ആ വീഡിയോ തീർച്ചയായിട്ടും കാണാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം. എന്നിട്ട് എവിടെ പോകണം, ഏത് ഏജൻസിയെ സമീപിക്കണം നിങ്ങൾ തീരുമാനിക്കുക. പക്ഷേ ഒരു തട്ടിപ്പിലും ചെന്ന് പെടരുത്. കാരണം പലരോടും നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലായത് നമ്മൾ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് വിളിക്കുന്നു, വരുന്നു, പക്ഷേ അവർക്ക് പോകാൻ പറ്റുന്നില്ല. വർഷങ്ങളോളം വെറുതെ നടന്നിട്ട് അവസാനം 15 ദിവസം കൊണ്ടൊക്കെ ഫെയർ ഫ്യൂച്ചറിൽ നിന്ന് വിസ കിട്ടിയ കഥയൊക്കെ ഇനിയിപ്പം പറയാൻ പോകുന്ന ടെസ്റ്റിമോണിയലുകളുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പം നമ്മൾ കൂടുതലൊന്നും കാനഡനെ പറ്റി പറയുന്നില്ല. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്തായാലും അടുത്ത പ്രീ ഡിപ്പാച്ചർ ഇവൻറ്റിൽ ഞാൻ വരും. തീർച്ചയായിട്ടും കാണുന്ന ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ വീണ്ടും ഓൾ ദ ബെസ്റ്റ് ഫെയർ ഫ്യൂച്ചറിന്. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് ഇവൻറ്റ് കുറച്ചൊന്ന് കാണാം. പിന്നെ ഇതുവഴി ഈ ഫെയർ ഫ്യൂച്ചർ വഴി ഇത്തവണ കാനഡയിൽ പോകുന്ന കുട്ടികളുടെ കുറച്ച് പേരുടെ, കുട്ടികളല്ല കേട്ടോ, പ്രായമായവരുണ്ട്, അവരുടെയൊക്കെ ടെസ്റ്റിമോണിയലും ഒന്ന് കേൾക്കാം. ഓപ്പർച്യൂണിറ്റി നമുക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വർക്ക് പെർമിറ്റ് കിട്ടാനായിട്ട് ഒരു കനേഡിയൻ എംപ്ലോയറുടെ ജോബ് ഓഫർ ലെറ്റർ ഒന്നും ആവശ്യമില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അവിടെ പെർമനൻ്റ് ആയിട്ട് സെറ്റിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള തരത്തിലുള്ള ഇമിഗ്രേഷൻ റൂൾസും കനേഡിയൻ ഗവൺമെൻറ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക. അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ കാനഡയിലേക്ക് പഠിക്കാൻ പോകാം എന്നൊരു തീരുമാനം നിങ്ങൾ എടുത്തിരുന്നുവെങ്കിൽ
നിങ്ങളുടെ ഉദ്ദേശം ഒരു എംപ്ലോയ്മെന്റ് ആണെങ്കിൽ, നിങ്ങളുടെ ഉദ്ദേശം ഒരു പെർമനന്റ് റെസിഡൻഷിപ്പിൽ കൂടി അവിടെ സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണെങ്കിൽ, നിങ്ങളുടെ ഫാമിലി കൂടി അവിടെ കൊണ്ടുവരാന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ, നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനത്തിന് ഏറ്റവും അനുയോജ്യമായ ഘടകങ്ങളും നിയമങ്ങളും ഉള്ള ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ. അപ്പോൾ ഫെയർ ഫ്യൂച്ചറിൻ്റെ 47ാമത്തെ കാനഡ പ്രീ ഡിപ്പാച്ചർ ഇവൻറ്റ് നിൽക്കുമ്പോൾ 2-3 പേരോട് നമ്മൾ എങ്ങനെയാണ് ഇവർ ഫെയർ ഫ്യൂച്ചറിൽ എത്തിപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കാം. തന്നെ ഇതിൽ ചിലരൊക്കെ കുറച്ച് റിജക്ഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കാനഡയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾ അങ്ങനെയുള്ള ഒരാളാണ്. നമസ്കാരം മോളെ, എന്താ പേര്? ആൻ എവിടെ നാട്? കോട്ടയത്ത് നമ്മുടെ സംക്രാന്തി. ഓക്കെ, അപ്പോൾ നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. അപ്പം ഞാൻ അറിഞ്ഞത് 3 റിജക്ഷൻ 2 ഏജൻസി ഇത്രയും കഴിഞ്ഞിട്ടാണ് ഫെയർ ഫ്യൂച്ചറിൽ വന്നല്ലേ? എന്തായിരുന്നു അങ്ങനെ റിജക്ഷൻ വരാനുള്ള കാരണമായിട്ട് പറഞ്ഞിരുന്നത്? ഞാൻ അപ്ലൈ ചെയ്ത ഒരു ടൈം മാസ് റിജക്ഷൻ ഉള്ള ഒരു ടൈം ആയിരുന്നു. പിന്നെ എന്തോ നമ്മൾ പേപ്പർ വർക്കിന്റെ ഒക്കെ കാര്യങ്ങൾ കൊണ്ടാവാം ഇവിടെ വന്നപ്പം കുറച്ചും കൂടെ സീരിയസ് ആയിട്ടായിരുന്നു അവരത് ഫോക്കസ്ഡ് ആയിരുന്നത്. അപ്പൊ ഈ 3 രജിസ്ട്രേഷൻ കഴിയുമ്പോഴത്തേക്ക് മനസ്സ് മടുക്കില്ലേ? ഞാൻ ഉപേക്ഷിച്ചതായിരുന്നു. പിന്നെ എന്റെ ഫാദർ ഇവിടെ കോണ്ടാക്ട് ചെയ്തു. പിന്നെ ഇവരുടെ ഒരു കോൺഫിഡൻസ് കണ്ടിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യാം, എന്തായാലും എല്ലാം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്തത്. ഏത് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നത്? ഞാനിപ്പം ബിസിനസ് അനലിറ്റിക്സ് ആയിരുന്നു, കൊണസ്റ്റാഗോയിലാണ് അല്ലേ? അപ്പോൾ ഇവിടെ എവിടെ പഠിച്ചിരുന്നത്? എന്താ പഠിച്ചത്? ഞാൻ ബികോം ആയിരുന്നു, BCM-ലായിരുന്നു. BCM, കോട്ടയത്ത് BCM കോളേജ്. ഓക്കെ. അപ്പോൾ ഇപ്പം ഈ സെപ്റ്റംബർ ബാച്ചിൽ പോവാണ്? ജാനുവരി ബാച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടിരിക്കുന്നത്, ഇപ്പോൾ വന്നിരിക്കുന്ന കുട്ടികൾ അധികവും സെപ്റ്റംബറും ജനുവരിയൊക്കെ പോകുന്നവരാണ്. അപ്പം ശരിക്കും വലിയൊരു സന്തോഷമായി കാണുമല്ലോ, കാരണം 3 റിജക്ഷൻ കഴിഞ്ഞിട്ട് ഇത് എപ്പോഴാണ് അറിഞ്ഞത് ഇത് അവസാനം പാസ്സായി എന്നുള്ള കാര്യം? ഒരു 14 ഡേയ്സിനുള്ളിൽ തന്നെ ലെറ്റർ വന്നു. ആണല്ലേ? അപ്പോൾ ഈ നേരത്തെ നമ്മൾ മറ്റ് 2 ഏജൻസികൾ അപ്ലൈ ചെയ്തതും ഇതുമായിട്ട് വലിയ വ്യത്യാസം അപ്ലൈ ചെയ്ത കാര്യങ്ങളുണ്ടായോ? അപ്ലൈ ചെയ്തപ്പം നമ്മളും കുറച്ചും കൂടെ സീരിയസ് ആയിരുന്നു. അവരും ഇപ്പം നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആദ്യം അപ്ലൈ ചെയ്ത ഏജൻസീസിലൊക്കെ വെക്കണോ വേണ്ടിയോ എന്ന്. ഇവിടെ ഓക്കെ, ആ പേപ്പർ വേണ്ട, ഈ പേപ്പർ വേണം എന്ന് ഭയങ്കര പക്കായിട്ട് ഇവർക്ക് അറിയായിരുന്നു. അപ്പം എൻ്റെ അഡ്വൈസർ റിജോ എന്ന് പറഞ്ഞ ആളായിരുന്നു. ആൾക്ക് ഏത് സമയത്ത് വിളിച്ചാലും ആൾ അവൈലബിൾ ആയിരുന്നു. ഫുള്ള് ക്വറീസ് ആയിരുന്നു. നമ്മൾ ആദ്യത്തേനകത്ത് അങ്ങനെ ചെയ്തു, ആദ്യത്തേനകത്ത് ഇങ്ങനെ ചെയ്തു, അപ്പം ഇതിനകത്ത് എന്താ അങ്ങനെ വെക്കാത്തെന്ന് ഞാനും കോൺടാക്ട് ചെയ്യുന്നുണ്ട്, ഫാദറും കോൺടാക്ട് ചെയ്യുന്നുണ്ട്. 2 പേർക്കും ഭയങ്കര ക്ഷമയിൽ പുള്ളി പറഞ്ഞൊക്കെ തരുന്നുണ്ട്. തീർച്ചയായിട്ടും 3 റിജക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളും ഏജൻസിയുടെ അത്ര തന്നെ നോളജ് നമുക്കും ഉണ്ട്. അപ്പം അവർക്കും പാടായിരുന്നു നമ്മളെ ഡീൽ ചെയ്യാനായിട്ട്. അപ്പോൾ എങ്കിലും ആദ്യം അവിടെ ചെന്ന് ഇപ്പോൾ ഫെയർ ഫ്യൂച്ചർ ആദ്യം ചെന്നപ്പോൾ ഇങ്ങനെ 3 റിജക്ഷൻ കഴിഞ്ഞ് വരികയാണെന്ന് പറഞ്ഞപ്പോൾ ധൈര്യമായിട്ട് ഒരു കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ അവർ പറഞ്ഞു. ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അതൊരു നമ്മൾ ആ കോൺഫിഡൻസ് തന്നെ അവസാനം എന്താണ് ഒരു ഫലത്തിലെത്തി എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഇടയ്ക്കൊന്ന് ബാക്ക് ഓഫ് ചെയ്തായിരുന്നു. അപ്പം വീണ്ടും നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് ഓഫ് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു, ഇല്ല നമുക്ക് എന്തായാലും കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാം, എന്തായാലും ചെയ്ത് നോക്കാം, എല്ലാ പേപ്പറും ഉണ്ടല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസും ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം എന്തായാലും കിട്ടും എന്ന് തന്നെ ഷുവർ പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്തു. അതും അധികം ഇന്ത്യയിലൊന്നും പോകാതെ അല്ലേ, ടൊറന്റോയുടെ പരിസരത്തൊക്കെ തന്നെ കിട്ടുകയും ചെയ്തു അല്ലേ? അപ്പോൾ ഏതായാലും ഗംഭീരമായി. അപ്പം എല്ലാവിധ ആശംസകളും. പോയി പഠിച്ച് എന്താ പറയേണ്ടത്, നമ്മൾ നേരത്തെ ഇവിടെ പ്രസംഗത്തിലൊക്കെ പറഞ്ഞ പോലെ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്ന് പറഞ്ഞ പോലെ ഇന്ത്യയിൽ വേര് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഗംഭീരമായിട്ട് ജീവിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി ഫെയർ ഫ്യൂച്ചർ വഴി കാനഡയിലേക്ക് പോകുന്ന അടുത്തയാൾ പരിചയപ്പെടാൻ പോകുന്നത് ആദർശ്. നമസ്കാരം. എവിടെ നാട്? എവിടെ? ഞാൻ കാഞ്ഞിരപ്പള്ളി, കോട്ടയംകാർ മൊത്തം പോകാൻ തോന്നുന്നു കാനഡയിൽ. ഞാൻ പരിചയപ്പെടുന്നവരൊക്കെ കോട്ടയംകാരാണല്ലോ. ഇത് ഫസ്റ്റ് അറ്റംപ്റ്റിലാണോ കിട്ടിയിരിക്കുന്നത്? ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടി, ഭാഗ്യം കൊണ്ട്. ഞാൻ ആക്ച്വലി ഇങ്ങോട്ട് വന്നു തന്നെ ഞാൻ യൂട്യൂബിൽ ലാസ്റ്റ് ടൈം എവിടെ പോകണമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ഒരുപാട് ഏജൻസി ഉണ്ട് മാർക്കറ്റിൽ. അപ്പോൾ ഇങ്ങനെ തപ്പി ഇരുന്നപ്പോഴാണ് ഞാൻ സാറിൻ്റെ വീഡിയോ കണ്ടത്. സാറിൻ്റെ വീഡിയോയിൽ നമ്മുടെ രാജ് സാറുമായിട്ടുള്ളതിൽ എനിക്കുണ്ടായിരുന്ന എക്സാക്ട്ലി ഉള്ള ഓൾമോസ്റ്റ് എല്ലാ ഡൗട്ടും തന്നെ ക്ലിയർ ആയിപ്പോയി. അങ്ങനെ വന്ന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ഇവിടുന്ന് വിസ കിട്ടി. വിത്തിൻ ഒരു 25 ദിവസത്തിനുള്ളിൽ എനിക്ക് വിസ കിട്ടി. ഏത് കോഴ്സാണ് പഠിക്കാൻ പോകുന്നത്? ഞാൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്. ഞാൻ +2 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനി കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് അതൊരു ഡിപ്ലോമ കോഴ്സാണ്. ഞാൻ കാനഡയിൽ ഒണ്ടാരിയോയിൽ ബാരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ജോർജിയനിലാണ്. അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പ്രൊഫസർ, ഇത് ഞാൻ പരിചയപ്പെടുത്തരാം. അപ്പം മറ്റാരെങ്കിലും ഉണ്ടോ കാനഡയിൽ? ഉണ്ട്. ആക്ച്വലി എൻ്റെ സിസ്റ്റർ കാനഡയിൽ, അതുകൊണ്ട് തന്നെ എൻ്റെ വിസയുടെ കേസിൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. സിസ്റ്റർ അവിടെ ഉണ്ട്, അവൾ PR ഒക്കെ ഫാമിലി ആയിട്ടുള്ളതുകൊണ്ട് തന്നെ അവർ ചിലപ്പം ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞാണല്ലോ നമ്മൾ വിസയ്ക്ക് വെക്കുന്നത്. അപ്പം അത് ഒരു ഫാക്ടർ അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എനിക്ക് എന്തായാലും ഫസ്റ്റ് ട്രയൽ കിട്ടില്ല. ഒരു റിജക്ഷൻ ഉറപ്പിച്ചിരുന്ന എന്തോ ഭാഗ്യം. അന്നേരം ഇവിടുന്ന് തന്നെ എനിക്ക് നല്ല ബാക്കപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ
ആപ്ലിക്കേഷൻ മാനേജറെല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. ആരായിരുന്നു ആപ്ലിക്കേഷൻ മാനേജർ? ആൻഡ്രൂസ് ഡൊമിനിക് എന്നാണ് എൻ്റെ ആപ്ലിക്കേഷൻ മാനേജറിൻ്റെ പേര്. അപ്പോൾ സാർ എനിക്ക് എപ്പോഴും ഡേ ആൻഡ് നൈറ്റ് എപ്പോഴും എൻ്റെ SOP എഴുതുമ്പോൾ പോലും എപ്പോഴും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഫസ്റ്റ് ആയി തെറ്റതും തന്നെ സാധനം കൈ കിട്ടി. നമ്മളിപ്പോൾ സംസാരിച്ച എല്ലാവരും പറയുന്നത് ഫെയർ ഫ്യൂച്ചറിലെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഏത് സമയത്തായാലും. അതെ, ഞാൻ രാത്രിയിൽ ഒരു 9 മണി ആ ടൈമിലൊക്കെ ആയിരിക്കും നമ്മൾ വരുന്നത് SOP ഒക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ഡൗട്ട് വന്നു, ആൻഡ്രൂസാനെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഇട്ടാൽ ഞാൻ വിചാരിക്കും നാളെ രാവിലെ കേൾക്കുമ്പോൾ റിപ്ലൈ ഇടുമല്ലോ. പക്ഷേ ഒരു ലേറ്റ് നൈറ്റ് ആണെങ്കിൽ പോലും എനിക്ക് സഡൻ റിപ്ലൈ ആണ്. അപ്പോൾ അത് ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു. തീർച്ചയായും അതിന് വളരെ പ്രൊഫഷണലായ ഒരു സ്ഥാപനമായിട്ട് എനിക്ക് എപ്പോഴും തോന്നുന്നത് ഫെയർ ഫ്യൂച്ചറിൻ്റെ കാര്യത്തിൽ. ഇപ്പം ഞാൻ പല സ്ഥാപനങ്ങളുടെയും വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കാനഡയിൽ പോകാൻ വേണ്ടി ആരെങ്കിലും ആവശ്യപ്പെടുമ്പോൾ ഇപ്പോഴും ഞാൻ ഫെയർ ഫ്യൂച്ചറിനെയാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. രാജൻ്റെ നമ്പർ കൊടുക്കും, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. കാരണം നമുക്ക് വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഏജൻസിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണ്. അപ്പം എന്നാ പോകുന്നത്? ഏത് സമയത്ത്? ഞാൻ അടുത്ത മാസം ഓഗസ്റ്റ് 11 എൻ്റെ ഫ്ലൈറ്റ്. അപ്പം ക്ലാസ് തുടങ്ങുന്നതിന് ഏകദേശം ഒരു 20 ദിവസം മുമ്പേ അവിടെ എത്തുന്ന രീതിക്കാണ് പോകുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്ന ആളെന്നുള്ള നിലയ്ക്ക് മറ്റ് 4-5 പേരും കൂടെ എൻ്റെ കൂടെ പഠിച്ച്, ഞാൻ റെഫർ ചെയ്തിട്ട് എൻ്റെ കൂടെ പഠിച്ച് 4-5 പേരും കൂടെ ഞങ്ങൾ ഒരുമിച്ചാണ് വെച്ച്. ഞങ്ങൾ വെച്ച് 5 പേർക്ക് ഒരുമിച്ച് തന്നെ വിസ കിട്ടുകയും ചെയ്തു. ഒരേ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഒരേ അക്കോമഡേഷനും റെഡിയാക്കി പോകാനായിട്ട്. ഓക്കെ. അപ്പോൾ എല്ലാവരോടും അന്വേഷണം പറയാം. തീർച്ചയായും എന്തായാലും നന്നായി പഠിക്കുക. പോകുന്നത് +2 കഴിഞ്ഞൊക്കെ പോകുന്നത് വെച്ചാൽ വളരെ ചെറിയ പ്രായമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഇവിടെ പ്രസംഗിച്ചപ്പോഴും പറഞ്ഞാൽ പല പ്രലോഭനങ്ങളും ഒക്കെ ഉണ്ടാകും. എന്താ പറയുക, ബാഹ്യമായ ഒരു പ്രലോഭനങ്ങളും പോകാതെ നന്നായിട്ട് പഠിച്ച് പാസ്സായി വരിക. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമ്മളിപ്പോൾ നേരത്തെ ഇവിടെ പ്രസംഗിച്ചപ്പോൾ രാജ് പറഞ്ഞ പോലെ ഫാമിലി ആയിട്ട് കാനഡയിലേക്ക് പോകുന്നവർ ധാരാളമുണ്ട്. പഠിക്കാനാണ് പോകുന്നത്. പിന്നീട് PR ഒക്കെ കിട്ടി അവിടെ ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. അച്ഛനും അമ്മയും മക്കളും അടക്കം പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന 2 പേര്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർ കാനഡയിലേക്ക് പോവാണ്. പേര്? അഭിജിത്ത്. എന്ത് ചെയ്യുന്നു അഭിജിത്ത്? ഇവിടെ ഞാനിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ലീവ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ശരി. പേര്? ഹർഷ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നില്ല. അല്ല. എപ്പോൾ എവിടെ പോകുന്നത്? എന്താ, പഠിക്കാനാണോ അതോ? ഹർഷ പഠിക്കാനാണ് പോകുന്നത്. എനിക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റ് എന്നുള്ളത്. എനിക്ക് 2 പേർക്കും വിസ കിട്ടി. നിങ്ങൾ ഏത് ഫീൽഡിൽ ആണ് ഉള്ളത് ഇവിടെ? ഞങ്ങൾ 2 പേരും IT ബാക്ക്ഗ്രൗണ്ടാണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യണ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ശരി. അപ്പം തൽക്കാലം ലീവ് എടുത്തിട്ട് പോകാം. ഓക്കെ. അപ്പോൾ ഹർഷ ഇവിടെ IT കമ്പനി വർക്ക് ചെയ്യായിരുന്നു അല്ലേ? വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ഇവിടുത്തെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും? എത്ര കാലം എടുത്തു നിങ്ങൾക്ക്? ഇപ്പോൾ നിങ്ങൾ സാധാരണ സ്റ്റുഡൻസ് പോകുന്നവരല്ല, 2 പേരും ഒരുമിച്ച് പോകുന്നത്. കുറേ സമയം എടുത്തോ? ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ഹർഷയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഒരു 6 ഇയേഴ്സോളം പഠിച്ചു കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം അതിനനുസരിച്ച് ഉള്ള SOP ഒക്കെ റെഡിയാക്കി നമ്മൾ അതിൻ്റെ കാരണം കാണിക്കണമല്ലോ, അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എത്ര കാലം എടുത്തു? ഞങ്ങളുടെ കൺസൾട്ടൻറ്റ് റിജോ ജോസഫ് ആയിരുന്നു. അപ്പോൾ വളരെ പ്രൊഫഷണലായിട്ട് തന്നെയാണ്. നമുക്കിപ്പം നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ ഇതിന് പോകുന്നതിനെക്കുറിച്ച്. പല ഏജൻസിയിലും വേറെ ഏജൻസികളിലൊക്കെ പോയിട്ടുള്ളവരൊക്കെ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ആക്ച്വലി അവർ ചിലപ്പോൾ പുറത്ത് പറയുന്നതായിരിക്കില്ല, അപ്പോൾ ചെന്ന് കഴിയുമ്പോൾ വേറെ രീതിയിലൊക്കെ പറയും. പക്ഷേ ഇവിടെ വേറെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തപ്പോൾ തന്നെ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു അവർ നിങ്ങളുടെ കാര്യത്തിൽ? ഓക്കെ. അത് നമുക്ക് സ്പൗസ് ഞാനും കൂടി ഒരുമിച്ച് ഫയൽ ചെയ്യുന്നുള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ്. ആണെങ്കിലും ഇപ്പോൾ വിസ ഫയലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഷക്കീന് ഒക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ കറക്റ്റായിട്ട് നമുക്കൊരു സംശയം തോന്നുന്ന രീതിയിൽ നമ്മളോട് കൂടി ഷെയർ ചെയ്തിട്ട് നമ്മുടെ SOP ഒക്കെ ആണെങ്കിലും അവർ ഒന്നും കൂടി അവരൊന്ന് റിവ്യൂ ചെയ്തിട്ടൊക്കെയാണ് അവർ ചെയ്തത്. നമുക്ക് ഒരു 15 ദിവസം കൊണ്ട് വിസ കിട്ടി. 15 ദിവസം എടുത്തുള്ളൂ? അത്രേ ഉള്ളൂ. ശരി. അപ്പോൾ ഈ കാനഡ തകർക്ക് എന്താ കാര്യം? ഹർഷയോട് ചോദിക്കട്ടെ. ഫെസിലിറ്റീസ് നല്ല ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന രാജ്യമായത്. പ്രത്യേകിച്ച് സ്റ്റുഡൻസിൻ്റെ എഡ്യൂക്കേഷൻ. അപ്പം നമുക്ക് ഫാമിലി മക്കളെയും കൂടി കൊണ്ടുപോകുമ്പോൾ നല്ല എഡ്യൂക്കേഷൻ കിട്ടുമല്ലോ. അപ്പം അവിടെ ആരെങ്കിലും ഇതുപോലെ കാനഡയിലുള്ള ആരെങ്കിലും ഒക്കെ ആയിട്ട് ബന്ധമുണ്ടോ? സ്വന്തം ഫാമിലിയിലൊക്കെ? ഫാമിലിയൊന്നും ആരുമില്ല. നമ്മൾ IELTS പഠിച്ചപ്പോൾ ഉള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. അതെ. ഓക്കെ. അപ്പോൾ എപ്പോഴത്തേക്കാണ് പോകുന്നത്? ഏത് സമയത്താണ്? ഞങ്ങൾ സെപ്റ്റംബർ ഇൻടേക്കിന് ഓഗസ്റ്റ് 20 പോകും. ശരി. ഓക്കെ. അപ്പോൾ എന്തായാലും വളരെ സ്മൂത്തായ ഒരു പ്രോസസ്സാണ് നിങ്ങൾക്ക് കിട്ടിയത് അല്ലേ? 2 പേരും കൂടി. അത് പക്ഷേ നമ്മൾ അത്ര എഫർട്ട് ഇട്ടതുകൊണ്ടാണ്. ഇവിടെ ഫെയർ ഫ്യൂച്ചറിലെ ടീമാണെങ്കിലും നമ്മളും നല്ല എഫർട്ട് അതിനകത്ത് ഇട്ടുകൊണ്ടാണ് അത്രയും. നിങ്ങൾ എലിജിബിൾ ആയിരുന്നു? നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഒക്കെ ആയിരുന്നു? 2 പേർക്കും PG ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് അറിയില്ല, എന്തായാലും നമുക്ക് വളരെ സ്മൂത്തായിട്ടാണ് ചെയ്തത്. റിജക്ഷൻ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഫെയർ ഫ്യൂച്ചറിലേക്ക് എത്തുക എങ്ങനെയാണ്? അത് ആക്ച്വലി വിജയന്റെ വീഡിയോ ആദ്യം പറയണ്ടേ? അല്ല നമ്മൾ ചോദിച്ചോണ്ടിരിക്കുന്നത് അല്ലേ? അതിന് മുമ്പേ നമുക്ക് കുറച്ച് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് എത്തി എന്നുള്ളത് പറയുകയാണെങ്കിൽ
അതിൻ്റെ ക്രെഡിറ്റ് വിജയേട്ടന് തന്നെ. താങ്ക് യു. അപ്പോൾ എന്തായാലും ഈ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും പോയി നല്ല ജീവിതം ഒക്കെ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്നത് നിങ്ങൾക്ക് യാതൊരു ടെൻഷനും ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ഇത് സിംഗിളായിട്ട് സ്റ്റുഡൻസ് പോകുന്നതല്ലല്ലോ അല്ലേ? അല്ല അങ്ങനെയല്ല, ആക്ച്വലി ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. അവർ തൽക്കാലം വരുന്നില്ല, പുറകെ കൊണ്ടുപോകാന്ന് ചോദിച്ചില്ല. അപ്പോൾ അവരെ ഇവിടെ വിട്ടിട്ട് പോകുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇതിപ്പോൾ ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് അറിയാം, നേരെ തിരിച്ച കാര്യങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞ രക്ഷകർത്താക്കൾക്ക് ടെൻഷൻ, കാരണം മക്കൾ കയറി പോകുന്നു. ഇത് അച്ഛനും അമ്മയും പോകുന്നു, അതുകൊണ്ട് മക്കൾക്ക് തീരെ ചെറുതൊക്കെയാണ്. ഒരാൾ 1ാം ക്ലാസ്സിൽ, 2 വയസ്സ്, അങ്ങനെയൊക്കെയാണ്. പിന്നെ അച്ഛനും അമ്മ എല്ലാവരും നമുക്ക് ഇത്ര നാളും അവരുടെ കൂടെ അല്ലായിരുന്നു. അവർ വിട്ടിട്ട് പോണതിൻ്റെ ഒരു ചെറിയ പെട്ടെന്ന് തന്നെ അവരെ കൊണ്ടുപോകാൻ പറ്റുന്നതാണല്ലോ അല്ലേ? അതങ്ങനെ വിചാരിക്കണം. നല്ല രീതിയിലെല്ലാം വരട്ടെ എന്നുള്ള ബുദ്ധിമുട്ടിയാണ് പോകണം. അപ്പോൾ എല്ലാ ആശംസകളും എൻ്റെ വകയും ഹർഷ. ഓക്കെ എല്ലാം ഗംഭീരമാട്ടെ. താങ്ക് യു. അപ്പോൾ നമ്മൾ നേരത്തെ രാജുവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഒരാളുടെ കാര്യം പറഞ്ഞു, വിസ അടിച്ചു വന്നപ്പോഴത്തേക്ക് അതിൻ്റെ സ്വന്തം പാസ്പോർട്ടിൽ തന്നെയാണോ അടിച്ചിരിക്കുന്നതെന്ന് സംശയം ഒരാൾക്ക് തോന്നി എന്ന് പറയുണ്ടായി. ആ ആളാണ് എൻ്റെ കൂടെ ഉള്ളത്, ഡോൺ. നമസ്കാരം ഡോണേ. ഡോൺ എന്താ അങ്ങനെ സംശയം വരാൻ കാര്യം? എനിക്ക് ഒരുപാട് സപ്ലി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലിയർ ചെയ്തു. എന്നിരുന്നാലും കാര്യത്തോടെ എടുത്തു കഴിഞ്ഞപ്പോൾ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയം വരെ ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ കുറേ അനിയനോടും ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞപ്പോൾ അവർ കുറേ റിജക്ഷൻ വന്ന കാര്യമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയായി. അപ്പോൾ എനിക്ക് റിജക്ഷൻ കിട്ടും എന്ന് ഞാൻ തന്നെ ഉറപ്പിച്ചു. അത് കഴിഞ്ഞ് സാധനം കൊടുത്ത് എനിക്ക് ആ മെസ്സേജൊക്കെ വന്ന് തിരിച്ച് കയ്യിലേക്ക് കിട്ടുമെന്നൊക്കെ വന്ന് മെസ്സേജൊക്കെ വന്ന് ഞാൻ തുറന്നു നോക്കിയിട്ട് എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇത് എൻ്റെ വിസ തന്നെയാണെന്ന്. ജസ്റ്റ് ഒരു പേപ്പറിലൊരു ഇതൊരു ചെറിയൊരു ഫോം പാസ്പോർട്ടിൽ അടിച്ചതിനൊക്കെ എനിക്കത് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് ഞാൻ ഏജൻസിയിൽ പോയി അവരോട് നേരിട്ട് ചോദിച്ചാൽ ഇത് വിസ തന്നെ അല്ലേ എന്ന്. അപ്പോൾ അവർ പറഞ്ഞൊന്ന് വിശ്വസിക്കണോ, ഇത് വിസ തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനത് ഉറപ്പിച്ചത്. എത്ര കാലം എടുത്തു ഈ പ്രോസസ്സിംഗ് ടൈം? എനിക്ക് അധികം കൊടുത്തില്ല, ഒരു 1-1.5 മാസം അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാം മനസ്സ് അടുത്ത് ഇനി ഉണ്ടാകില്ല വിസ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ കിട്ടിയതിലും സന്തോഷത്തിലാണ് ഇപ്പോൾ അല്ലേ? ഏത് കോഴ്സിനാണ് കിട്ടിയിരിക്കുന്നത്? ഞാൻ പ്രോസസ് ക്വാളിറ്റി എഞ്ചിനീയറിംഗ്. ഇവിടെ ഇപ്പോൾ എന്താ പഠിച്ചു കഴിഞ്ഞത്? ബിടെക് ഇലക്ട്രിക്കലായിരുന്നു. ഇലക്ട്രിക്കൽ കഴിഞ്ഞു അല്ലേ? ഏത് യൂണിവേഴ്സിറ്റി അവിടെ കിട്ടിയിരിക്കുന്നത്? അത് കോണസ്റ്റോക അല്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ വീട്ടുകാർക്ക് ഒരു അത്ഭുതമായി കാണുമല്ലോ, നമ്മളിങ്ങനെ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മകനെ കിട്ടി എന്ന് പറയുമ്പോൾ അല്ലേ? എവിടെ നാട് എവിടെയാണ്? നോർത്ത് പറവൂർ. ഇവിടെ തന്നെ. ഓക്കെ. അപ്പോൾ ഏത് ബാച്ചിലേക്കാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ? സെപ്റ്റംബർ 5th ഉടനെ പോവാണ്. ഓൾറെഡി ടിക്കറ്റ് വരെ ബുക്ക് ആയി കഴിഞ്ഞു. എല്ലാം പെട്ടെന്നായിരുന്നു അല്ലേ? റിജക്ഷൻ ഉണ്ടാകുന്ന വിചാരിച്ചു, അത് കിട്ടി. അതിനുശേഷം ഒരു പ്രോബ്ലം ഇല്ലാണ്ട്, അതാണ് എനിക്ക് ഏറ്റവും അത്ഭുതം. ഒരു പ്രോബ്ലം ഇല്ലാണ്ട് എല്ലാ കാര്യങ്ങളും പോയി. എൻ്റെ ഒരു കാര്യം ഇതുവരെ വിശ്വസിച്ചല്ലേ? അതെ വിശ്വസിച്ചു. അതുള്ള അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. എലിജിബിൾ ആണെങ്കിൽ കിട്ടും, അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ചില സമയത്ത് മൊത്തത്തിൽ റിജക്ഷൻ ഒക്കെ വന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് എലിജിബിൾ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ എന്താ പറയുക, ഒരു പുനർജന്മം എന്നൊക്കെ പറഞ്ഞ പോലെ അല്ലേ? ആദ്യം റിജക്റ്റ് ആയിട്ട് പോലും ഇല്ല, എന്നിട്ട് പോലും റിജക്റ്റ് ആകുമെന്ന് വിചാരിച്ച് പേടിച്ച മനുഷ്യനാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഡോണെ പോയി പഠിച്ച് എടുക്കാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ സാർ. അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ എപ്പോഴും പ്രതീക്ഷ വെച്ച് പുലർത്തുക. റിജക്റ്റ് ആകുമെന്ന് വിചാരിക്കുന്നത് കേട്ടോ, മുന്നോട്ടാണെങ്കിലും. ഓക്കെ താങ്ക് യു. ഇന്നിവിടെ ഇരിക്കുന്ന പലരും ആദ്യം ഫെയർ ഫ്യൂച്ചറിനെ കുറിച്ച് അറിയുന്നത് അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെയാണ്. Please put your hands together for the one and only Baiju N. Nala, ladies and gentlemen. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഗംഭീരമായ ഒരു സദസ്സിൽ സംസാരിക്കാൻ സാധിച്ചതിൽ ഫെയർ ഫ്യൂച്ചറിൻ്റെ ഒഫീഷ്യൽസിനോട് എല്ലാവരോടും നന്ദി പറയുന്നു. എനിക്ക് എൻ്റെ ഒരു സ്വന്തം സ്ഥാപനം പോലെയാണ് ഫെയർ ഫ്യൂച്ചർ. ഞാൻ ഈ ഫെയർ ഫ്യൂച്ചറിനെ പറ്റി ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന്. പിന്നീട് ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഞാനന്ന് രാജിനെ വിഘ്നേശ്വരനെ വിളിച്ച് പറയുകയും ചെയ്തു. ഞാൻ അടുത്ത കാലത്ത് ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഫ്ലൈറ്റിൽ ഒരു 12 പേര് കാനഡയിലേക്ക് പോവുകയാണ്. ഡൽഹിയിൽ ട്രാൻസിറ്റ് ആയിരുന്നു. ഈ 12 പേരും എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് വലിയ അഭിമാനം തോന്നി. So congratulations once again, you did it. I want you all to this time, but this time I want you all to give a big round of applause for not a
നമ്മളിപ്പോൾ ഈ പണ്ട് നെപ്പോളിയൻ്റെ കാര്യം പറയായിരുന്നു, പരിശ്രമിച്ചാൽ അസാധ്യമായി ഒന്നുമില്ല, അല്ലെങ്കിൽ ട്രൈ ടിൽ യു സക്സീഡ് എന്നൊക്കെ പറയുന്ന പോലെ വളരെയധികം പരിശ്രമിച്ച IELTS നേടിയെടുത്ത ആളിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. പേര് ദിശ്യ. പേര് ജിത്ത്. തൃശ്ശിയുടെ ഹസ്ബൻഡാണ് ജിത്ത്. ഒരു മോളുമുണ്ട് അല്ലേ? 10th അത്ര വലിയ മോളൊക്കെ ഉണ്ടോ? അത് ശരി. അപ്പം ഈ എന്താണ് ഈ പലതവണ IELTS എഴുതി എന്നുള്ളത് മാത്രമല്ല ഒരു പ്രശ്നം സംഭവിച്ചുള്ളൂ ഈ ഒരു സംഭവത്തിൽ അല്ലേ? അതെന്തായിരുന്നു എൻ്റെ തടസ്സം? എപ്പോഴും എനിക്ക് 6 കിട്ടും. അപ്പോൾ ഓവറോൾ 6ഉം ടോട്ടൽ 6.5 വരണം. എനിക്കത് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ലാസ്റ്റ് എന്താ പറയുക, ശരിക്കും ഫെയർ ഫ്യൂച്ചറിന് ഒരു ബുദ്ധിമുട്ട് പോലെ ഞാൻ എപ്പോഴും ചെല്ലുമ്പോൾ ഈ മാർക്ക് കൊണ്ടാണ് ചെല്ലുന്നത്. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ നോക്കാം എന്ന് പറഞ്ഞു. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ഡിസംബറിൽ എനിക്ക് എല്ലാത്തിനും 6ഉം പിന്നെ ഓവറോൾ 6 എന്ന് പറഞ്ഞു നിന്നു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഒരു ഗ്രാജുവേഷൻ കോഴ്സ് വെക്കാം. അപ്പോൾ അങ്ങനെ അഡ്മിഷൻ നമ്മൾ അപ്ലൈ ചെയ്തു. കൊണസ്റ്റോക്കിൽ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് വീക്കിൽ ഞാൻ ബയോമെട്രിക്സ് ലാസ്റ്റ് സ്റ്റെപ്പും കഴിഞ്ഞു, വെയിറ്റിംഗ് ഫോർ വിസ. അപ്പോൾ ഞങ്ങൾ ഫാമിലി വിസയാണ് വെച്ചിരിക്കുന്നത് 3 പേരും കൂടി. ഇത്രയും ഇയർ ഗ്യാപ്പ് ഉണ്ട് എനിക്ക്, 19 years ഗ്യാപ്പ് ഉണ്ട് പഠിച്ച്, അത്ര ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ എന്താ പറയുക, SOP ഒക്കെ അത്ര നല്ല സ്ട്രോങ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഗ്രാജുവേഷൻ BA ഇക്കണോമിക്സ് ആയിരുന്നു കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ എടുക്കുന്നത് ഇന്റർനാഷണൽ ബിസിനസ് ആണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയും തവണ ഇത് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും സ്വയം ഒരു മടുപ്പ് വന്നായിരുന്നോ? ഒരുപാട് വന്നായിരുന്നു. പിന്നെ നമ്മൾ അതിലെടുക്കുന്ന എഫേർട്ടും പിന്നെ സപ്പോർട്ടും ഒരുപാടുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ അടുത്ത് ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. മോളും പറയായിരുന്നു. അപ്പോൾ എല്ലാവരും, മോളിപ്പോൾ 10th എല്ലാവരും പറഞ്ഞു ഇനിയിപ്പോൾ 2 കൊല്ലം കൂടി കഴിഞ്ഞാൽ അവളെ വെച്ചിട്ട് പോക്കൂടെ, അങ്ങനെ ഒരു സജഷൻ വരെ വന്നു. പക്ഷെ എന്നാലും എനിക്ക് വിടാൻ തോന്നിയില്ലായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഇന്നേ ഒരു വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഇതിലെത്തി. എൻ്റെ മൈൻഡിൽ നല്ല മാർക്കുള്ള കുട്ടികൾക്കുള്ള പറഞ്ഞിട്ടുള്ളതാണ്, ഇത്രയും ഏജ് ആയിട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റൂല. പിന്നെ സപ്പോർട്ട് ചെയ്തു ഹസ്ബൻഡ്, നീ ചെയ്യേ നിനക്ക് കിട്ടും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞത് എന്നാൽ നിങ്ങൾ ചെയ്തുകൂടെ, കാര്യം എന്നെക്കാളും മുന്നേ കിട്ടിയാണ്, ചിലപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടിയാണ്, ചെയ്തുകൂടെ എന്ന് പറഞ്ഞ് നീ അവിടെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നല്ലത് കുറച്ചും കൂടി എന്ന് പറഞ്ഞു. അപ്പം ഞാനും ഓർത്തു നല്ലതാണ്. പിന്നെ മോളുടെ ഫ്യൂച്ചറിന് നല്ലതാണ്. നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നേക്കാളും നമ്മൾ അവിടെ ഉള്ളപ്പോൾ കുട്ടി അവിടെ പഠിക്കുന്നത് കുറച്ചും കൂടി സേഫാണ്. ഇന്ത്യക്ക് അത് തന്നെയാണ്. പക്ഷെ എന്നാലും നല്ലൊരു എന്താ പറയുന്നത്, നമ്മളെല്ലാം കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം 19 വർഷത്തെ ഗ്യാപ്പിന് ശേഷം 4-5 പ്രാവശ്യം IELTS എഴുതി വീണ്ടും എഴുതി കിട്ടി. ഇപ്പോൾ കാനഡയിലേക്ക് പോകാൻ വേണ്ടി എല്ലാ അപ്രൂവലും ആയിരിക്കുന്നു. അതേതായാലും ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഒരു സക്സസ് സ്റ്റോറി ആയിട്ട് തന്നെ അത് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ പരിശ്രമിച്ചാൽ എന്ത് കാര്യം പറ്റും എന്നുള്ളതിന് വലിയ ഉദാഹരണമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പരിശ്രമം ഇനി അവിടെ ചെന്നും തുടരുക. ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ തീർച്ചയായിട്ടും ഉണ്ടാവും. എന്തായാലും മോളോട് അന്വേഷണം പറയാം. മോള് 10th ക്ലാസ്സിൽ അവൾക്ക് ഭയങ്കര എന്താ അടിച്ച കോളായിപ്പോ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോ അല്ലേ? അവളൊന്നും അപ്ലൈ ചെയ്യാതെ പോകാൻ പറ്റും. അതുള്ളൂ. അപ്പോൾ ഏതായാലും കൺഗ്രാറ്റ് ചെയ്യേണ്ട ആള് കൂടിയാണ്. ഇനിയിപ്പോൾ കുടുംബമായിട്ട് കാനഡയിലേക്ക് പോകുന്ന 3 പേരെ നമ്മൾ കാണാൻ പോകുന്ന 3 ഇല്ല, ഇതൊരു അരയേ ഉള്ളൂ, ഒരു 2.5 എന്നാണ് പറയുന്നത്. പേര് ലിബു. എന്തിനാ ലിബു? ഞാനിവിടെ ഒരു ട്രെയിൻ സർവീസിൽ വർക്ക് ചെയ്യാം. പേര് മോൻ്റെ പേരെന്താ? കേശു കാനഡയ്ക്ക് പോകുന്നു അല്ലേ? അപ്പോൾ എന്താണ് കാനഡയിലേക്ക് പോകാൻ നിങ്ങളൊരു തീരുമാനിക്കാനുള്ളൊരു കാരണം എന്തായിരുന്നു? എഡ്യൂക്കേഷൻ, നല്ലൊരു കരിയർ പ്രതീക്ഷിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ ആരാ ഇപ്പം സ്റ്റുഡൻറ്റ് വിസ കിട്ടിയിരിക്കുന്നത്? ഓക്കെ. എന്താ പഠിക്കാൻ പോകുന്നത്? ബിസിനസ് അനലിസ്റ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബിസിനസ് അനലിസ്റ്റ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്താ പഠിച്ചിരുന്നത്? ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് 8 വർഷത്തെ IT ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഞാൻ ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേഷനിൽ വർക്ക് ചെയ്യണേ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഷിഫ്റ്റ് ഇല്ലാത്ത, കുറച്ചുകൂടെ നല്ലൊരു ബ്രേക്ക് എടുത്ത് നമുക്കിപ്പോൾ ഇവിടെ എൻ്റെ 8 വർഷത്തെ എക്സ്പീരിയൻസ് ഇഗ്നോർ ചെയ്തുകൊണ്ട് എനിക്ക് സ്വിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എൻ്റെ സാലറി വെച്ച് എനിക്ക് പുതിയൊരു ഈ ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേഷൻ അല്ലാതെ വേറൊരു കരിയറിലേക്ക് സ്വിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതേസമയം ഇപ്പം ഞാൻ കാനഡയിൽ പഠിക്കാൻ പോവുകയാണെങ്കിൽ ഓഫ് കോഴ്സ് എനിക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാം, എൻ്റെ സ്വിച്ചിങ് പോസിബിൾ ആണ്. ആ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒന്നും ആ ടൈമിൽ മീറ്റ് ചെയ്യില്ല, കാരണം ഹസ്ബൻഡ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അതാണ് മെയിനായിട്ട്. പിന്നെ ഹസ്ബൻഡിൻ്റെ ഫീൽഡിനും കുറച്ചുകൂടെ എക്സ്പ്ലോഷർ അവിടെ ആയിരിക്കും. അതാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കാരണം. അപ്പോൾ ഇത്ര ഒരു ഗ്യാപ്പ് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഇത്രയും ഗ്യാപ്പ് വന്നപ്പോൾ ഇവിടെ ഇപ്പം ഫെയർ ഫ്യൂച്ചറിനെ സമീപിച്ചപ്പോൾ അവർ കോൺഫിഡൻ്റ് ആയിരുന്നോ? ഫെയർ ഫ്യൂച്ചർ ഇപ്പം ഞങ്ങൾ ആദ്യം
ഡയറക്റ്റ് PR പോലെ നോക്കിയത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഏജൻസി പറഞ്ഞു ഞങ്ങൾ 6 മാസം കൊണ്ട് അവിടെ എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ മൈഗ്രേഷൻ സ്വപ്നങ്ങൾ ഞങ്ങളിലേക്ക് വന്നത്. അപ്പോൾ 6 മാസം കൊണ്ട് എത്തണമെന്നുള്ളത് ഞങ്ങളൊരു വലിയ സ്വപ്നമായിരുന്നു. കൊറോണയ്ക്ക് തൊട്ട് മുന്നേ ആയിരുന്നു. പക്ഷേ അതെല്ലാം ഫ്ലോപ്പായി, ഞങ്ങളുടെ പൈസ പോയി. അങ്ങനെ ഞങ്ങളത് പിന്നെ ഫാമിലിയിൽ നിന്ന് പയ്യെ എല്ലാവരും സ്റ്റുഡൻറ്റ് വിസയിലേക്കൊക്കെ പോണ കാര്യങ്ങൾ അറിഞ്ഞു. പിന്നെ അതിനെപ്പറ്റി റിസർച്ച് ചെയ്തു. ഓഫ് കോഴ്സ് ആദ്യം ചെയ്യുക ഗൂഗിളിൽ നിന്ന് കുറേ നമ്പർ എടുക്കും. അപ്പോൾ നമ്മുടെ ഒരു പരിചയത്തിലുള്ള ആൾ പറഞ്ഞ പേരാണ് ഫെയർ ഫ്യൂച്ചർ. ആ പേരിൽ നിന്ന് നമ്പർ എടുത്ത് വിളിച്ചു. അപ്പോൾ ഞങ്ങളുടെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു 30 വയസ്സിന് മുകളിലായി. അപ്പോൾ എല്ലാവരും പറഞ്ഞത്, ചിലർ പറഞ്ഞു ഞങ്ങളെ ചാൻസേ ഇല്ല, നടപടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഈ കാണുന്ന ഭയങ്കര പേര് കേട്ട ഏജൻസികളിലൊക്കെയാണ് ആദ്യം വിളിച്ചത്. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് നിങ്ങളുടെ റിസ്കിൽ വേണമെങ്കിൽ ഞങ്ങൾ ഫയൽ ചെയ്യാം, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെ കൂടെ കൂട്ടിയത് ഫെയർ ഫ്യൂച്ചറാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് അന്നുണ്ട്. ഇപ്പം പോകണമെന്നുണ്ട്. ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ഓൾമോസ്റ്റ് ഞങ്ങൾ 5ാമത്തെ ആൾക്കാരാണ്. ഇപ്പം ഇനി 2 പേര് ഞങ്ങളുടെ പ്രോസസ്സിന് ഡിലേ ഉണ്ടല്ലോ. എസ്പെഷ്യലി ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഡിലേ ഉണ്ടല്ലോ. സ്റ്റുഡൻസ് സിംഗിളായിട്ട് +2 കഴിഞ്ഞ പിള്ളേരൊക്കെ അവർക്ക് കുറച്ചുകൂടെ സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും. 5 ഞങ്ങൾ വഴി തന്നെയാണ് ഈ പറഞ്ഞ 4 പേരും വന്നത്. ഇനി 2 പേരുടെ പ്രോസസ്സിംഗ് നടക്കും. ശരി. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ എത്ര കാലം എടുത്തു? ഫെയർ ഫ്യൂച്ചറിനെ സമീപിച്ചതിന് ശേഷം എത്ര കാലം എടുത്തു പ്രോസസ്സിങ്? ഒരു റിജക്ഷൻ വന്നു. ആ ടൈമിൽ കുറച്ച് റിജക്ഷൻ റേറ്റ്സ് ഒക്കെ കൂടുതലായിരുന്നു. അപ്പോഴും ഞങ്ങൾ ഓർത്തു ഇനി നടക്കില്ലായിരിക്കും, കാരണം ഇത്ര ഏജായി. പക്ഷേ അവിടെയും ഞങ്ങളെ ഇല്ല, നിങ്ങൾ ഒന്നുകൂടെ ഫയൽ ചെയ്യാം, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളെ ഒരു കോൺഫിഡൻസ് തന്ന് കൂടെ നിർത്തിയവരാണ് ഫെയർ ഫ്യൂച്ചർ. ആ ഒരു ഡിസിഷൻ, ആ ടൈമിൽ ആ ഫ്രസ്ട്രേഷൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ ഇവർ ഭയങ്കര സപ്പോർട്ട് ചെയ്തു. അങ്ങനെ വീണ്ടും തിരിച്ച് ഒന്നോടെ ഫയൽ ചെയ്തു, കിട്ടി. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾക്ക് ഏകദേശം എനിക്കൊന്ന് 1 വർഷത്തിന് മുകളിൽ എടുത്തു. ആ ഒരു റിജക്ഷൻ വന്ന ടൈമിൽ ആ സമയത്ത് എനിക്കൊന്ന് 4 മാസത്തിന് മുകളിലൊക്കെ വന്നു ഫാമിലി വിസയുടെ സ്റ്റാറ്റസ് വരെ. അതാണ് ആ ഒരു ഡിലേ മെയിനായിട്ട് വന്നത്. പിന്നെ ഡോക്യുമെന്റ്സ് എല്ലാം പലതും എക്സ്പയർ ആയിരുന്നു, വീണ്ടും എടുത്ത്, എസ്പെഷ്യലി മെഡിക്കലൊക്കെ. അപ്പോൾ വീണ്ടും അത് ഫയൽ ചെയ്ത് എടുത്ത് വരാനുള്ളൊരു താമസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്രയും ടൈം എടുത്തു. അപ്പം എപ്പോഴാണ് പോകുന്നത്? ഇപ്പം സെപ്റ്റംബറിലേക്ക് August 10th ഞങ്ങൾ ടിക്കറ്റ് പോവാണ്. ഓക്കെ. ശരി. അപ്പോൾ കേശുവിനെ അവിടെയാണോ പഠിക്കാൻ പോകുന്നത്? കാനഡയിലാണോ പഠിക്കാൻ പോകുന്നത്? ആണോ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏത് ക്ലാസ്സിലാണ്? UKG. അപ്പോൾ ഇനി UKG പോയി കാനഡയിലൊക്കെ പോയി പഠിച്ച് മിടുക്കനായിട്ട് പോകാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എന്തായാലും താങ്ക്സ് കൂടെ പറയാണ്. ഞങ്ങളിങ്ങനെ ഒരു ടെസ്റ്റിമോണിയൽ പറയണം, ഞങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. സാർ പറഞ്ഞ പോലെ ഒരുപാട് പേര് പല തെറ്റിദ്ധാരണകളിലും ചെന്ന് പല ഏജൻസികളിലും പെടുന്നുണ്ട്. അപ്പം എല്ലാവരും ഫെയർ ഫ്യൂച്ചർ ഞങ്ങളോട് പറഞ്ഞ എല്ലാവരും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തന്നെ ഡയറക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ചിലപ്പോൾ സാറിൻ്റെ ചാനൽ വഴി പലരും എത്തിയെന്ന് പറഞ്ഞത്, അതുപോലെ ഞങ്ങളുടെ വേർഡ്സ് എത്തട്ടെ. അതേപോലെ ഞാനിപ്പോൾ ഇവിടെ സംസാരിച്ച പലരുടെയും കാര്യത്തിൽ ആശ കൈവിടാതെ അവർ അങ്ങനെ കൂടെ നിന്നു എന്നുള്ളതുകൊണ്ടാണ് അവർക്ക് അവസാനം വിസ കിട്ടിയത്. ഞങ്ങൾ എടുത്തു പറയേണ്ട ഒരു പോയിന്റ്, ഞങ്ങൾ ഇങ്ങോട്ട് ഫോളോ അപ്പ് ചെയ്യും. ഡെയിലി ഒരു വാട്സപ്പ് മെസ്സേജ് ഉണ്ടാവും, എന്തായി ഇന്നത്തെ സ്റ്റാറ്റസ്. അതിന് വല്ലാത്ത ഇപ്പം ഞങ്ങൾ പല ഫെയർ ഫ്യൂച്ചറിൽ ഒരു ഡിലേ ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഇങ്ങോട്ട് ഫോളോ അപ്പ് ചെയ്യുന്നത് ഒരു വലിയ, ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു ഏജൻസി പോയി എന്ന് പറഞ്ഞല്ലോ, ഞങ്ങളൊരു 2 മാസം കഴിഞ്ഞ് പോയി. ഇതെന്തായെന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് വിളിക്കലല്ലാതെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട്. ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജിൽ തുടങ്ങുന്ന ഒരു റിലേഷൻ, ആ ഒരു പ്രോസസ്സ് കഴിയുന്നവരെ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു അംഗം പോലെ എന്നും ഉണ്ടായിരുന്നു, ഞങ്ങളുടെ സ്റ്റാറ്റസ് അറിഞ്ഞുകൊണ്ട്. പിന്നെ ലിഡിയ മാമിനെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം. ഞങ്ങളുടെ കാര്യം മാത്രമല്ല, ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാവരുടെയും കാര്യങ്ങൾക്ക് എന്ത് ഡൗട്ടിനും ക്ലിയർ മറുപടിയാണ്. നമുക്ക് ഇതിൽ നിന്ന് പിന്നെ അപ്പുറത്തേക്ക് ഒരു ഡൗട്ട് ഇല്ല. പിന്നെ രേഷ്മയായിരുന്നു ഞങ്ങളുടെ ഒരു വിസ ഫയലിങ്. മാം ആണെങ്കിലും നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തത് എല്ലാ കാര്യങ്ങളും. നമുക്കൊരു ഡിലേ ആണെങ്കിൽ പിന്നെ ഒരു സമയത്തേക്ക് എന്ന് പറഞ്ഞൊന്നും മാറ്റി വെച്ചിട്ടില്ല. പിന്നെ എല്ലാം ഇൻസ്പയറിംഗ് ആണ്. രാജ് സാർ പറഞ്ഞൊരു മെസ്സേജ് ഉണ്ടല്ലോ, നമ്മുടെ ഫാമിലി ഇന്ത്യൻ കൾച്ചർ, അതൊക്കെ ഫെയർ ഫ്യൂച്ചറിൻ്റെ ഒരു പ്രൊഫഷണലിസം കാണിക്കണമാണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനിയും എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യുന്നത് ഫെയർ ഫ്യൂച്ചറാണ്. ഞാനും അതെ, ഞാനും എൻ്റെ അടുത്ത് കാനഡയിൽ പോകാൻ ആര് എന്നെ വിളിച്ചു ചോദിച്ചാൽ ഞാൻ നേരെ ഫെയർ ഫ്യൂച്ചറുണ്ട്. കാരണം നമുക്ക് പേടിക്കാതെ ധൈര്യമായിട്ട് പരിചയപ്പെടുത്താം. ഒരു പരാതി ആരുടെയും ഭാഗത്തുണ്ട്. ഇതിന് പോയ ഒരാൾ അവിടെ ചെന്നിട്ട് ഇത് എടുക്കണ്ടായിരുന്നു അല്ലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. നമ്മൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഫാമിലി 4 പേര് പോയി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. അവിടെ പോയി എല്ലാവരും ഗംഭീരമായിട്ട് കേട്ടോ. മിസ്റ്റർ കേശു, ബൈ. താങ്ക് യു. അടുത്തായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ശ്രീത്തിനാണ്, ചേർത്തലക്കാരൻ ശ്രീത്ത്. ശ്രീത്ത് എപ്പോഴാണ് പോകുന്നത്? ഞാൻ August 6th പോകുന്നത്. 6th. ഏതാ കോഴ്സ്?
കോഴ്സ് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എന്ന് ആ പറയുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും സജീവമായി നിൽക്കുന്ന സംഭവമാണ് പഠിക്കാൻ പോകുന്നത് അല്ലേ? ഇവിടെ ഇപ്പോൾ എന്ത് കഴിഞ്ഞിട്ടാണ് പോകുന്നത്? ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളാണ്. ഒരു 11 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. 11 വർഷം മുമ്പ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളാണ്. ആ അപ്പോൾ ഈ 11 വർഷം കഴിഞ്ഞ് കാനഡ പോകാൻ തീരുമാനിക്കാൻ കാര്യം എന്താ? ആക്ച്വലി ഞാൻ 2021 ആ ഒരു കോവിഡിൻ്റെ റിസഷനൊക്കെ കഴിഞ്ഞ ആ ഒരു ടൈമിലാണ് ശരിക്കും ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ അനിയനാണ് എന്നെ ഇതിനു വേണ്ടിയിട്ട് കൂടുതലായിട്ട് പുഷ് ചെയ്തത്. അങ്ങനെ 2011 ഞാൻ ഒരു കോൺസ്റ്റോഗ എന്ന് പറഞ്ഞൊരു കോളേജിൽ ഒരു കോഴ്സിന് ഇത് ചെയ്തു, അഡ്മിഷൻ കിട്ടി. എനിക്ക് IELTS ഇല്ലായിരുന്നു. അതിനുശേഷം 3 പ്രാവശ്യം ട്രൈ ചെയ്താണ് ഞാൻ IELTS എഴുതിയെടുത്തത്. സോ അതിനുശേഷം വിസയ്ക്ക് വെച്ചെങ്കിലും ആദ്യത്തെ പ്രാവശ്യം റിജക്റ്റായി. രണ്ടാമത് പിന്നെ ഒന്നുകൂടെ ട്രൈ ചെയ്തു. മൂന്നാമത് പിന്നെയും ട്രൈ ചെയ്തു, കിട്ടിയില്ല. അപ്പോൾ അത് വേറൊരു ഏജൻസിയിലായിരുന്നു. മൂന്നാമത്തെ ട്രൈക്ക് ശേഷം ഞാൻ മനസ്സ് കൊടുത്തിട്ട് ഇത് വേണ്ടാന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോകാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു എൻ്റെ ഒരു ഫ്രണ്ട് വൈഫിന് സാറിൻ്റെ വീഡിയോ അയച്ചു കൊടുത്തു. വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ വൈഫ് അതെനിക്ക് ഫോർവേഡ് ചെയ്തിട്ട് പറഞ്ഞു ഇതൊന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു. അങ്ങനെ കണ്ട ശേഷമാണ് ഞാൻ ഹോപ്പൊന്നുമില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഫെയർ ഫ്യൂച്ചറിൽ പോവാം, സംസാരിക്കാമെന്നുള്ള ഇതിൽ മൈൻഡ് സെറ്റിൽ വന്ന് കയറി സംസാരിച്ചു. അന്നവരോട് സംസാരിച്ച് അപ്പോൾ എന്നോട് പറഞ്ഞു ബെസ്റ്റ് ഒരു അഡ്വൈസറെ തന്നെ തരാം, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ട്രൈ ചെയ്തു. ഞങ്ങൾ ആപ്ലിക്കേഷൻ വെച്ചു. ഒരു 10 ദിവസം 15 ദിവസം കൊണ്ട് അഡ്മിഷനായി. പിന്നെ മറ്റേ റീഫണ്ട് തിരിച്ചു വന്നതോടുകൂടി ഫീസ് അടച്ച് എനിക്ക് തോന്നുന്നു മെയ് ആദ്യമാണ് വിസയ്ക്ക് വയ്ക്കുന്നത്. ഒരു 15 ഡേയ്സിന് ശേഷം എനിക്ക് വിസ അപ്രൂവൽ കിട്ടും. വേണ്ട രീതിയിൽ അപ്ലൈ ചെയ്താൽ കിട്ടും എന്നുള്ളതാണ്. അതാണ് വേണ്ട രീതിയിലുള്ള പേപ്പർ വർക്ക്സും ആവശ്യത്തിനുള്ള ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അതൊരു നല്ലൊരു ഗംഭീരം മനസ്സിലെടുക്കാതെ ഇത്രയും കാലം മുന്നോട്ട് പോയല്ലോ അല്ലേ? എന്നാലും 11 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് എന്ന് പറയുന്ന ഒരു വലിയ സംഭവം തന്നെയാണ്. അപ്പോൾ മാരീഡ് ആണോ? അതെ, മാരീഡാണ്. ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ഇപ്പോൾ പോകുന്ന ഒറ്റയ്ക്കാണ്? ഇപ്പോൾ ഞാൻ പോകുന്നത് വൈഫിൻ്റെ അനിയൻ്റെ അടുത്തേക്ക് തന്നെയാണ്. അവിടുന്ന് ഞാൻ കോളേജിലേക്ക് പോകും. അതിനുശേഷം ഒരു 2 to 3 months വൈഫിനും കുട്ടിയും സാധിക്കും. അതേ ഉള്ളൂ. അപ്പോൾ അവിടെ ബാക്കിയെല്ലാം സെറ്റാക്കി വെച്ചിരിക്കണം. അനിയനുള്ളതുകൊണ്ട് പിന്നെ മറ്റു ടെൻഷനൊന്നും അധികം ഇല്ല. എന്തായാലും ഈ പലരും നമ്മൾ കണ്ടു കഴിഞ്ഞു. എല്ലാവരെയും മനസ്സ് മടുക്കാതെ മുന്നോട്ട് നീങ്ങിയതുകൊണ്ടാണ് അവർക്ക് വിസ കിട്ടിയത്. ഇപ്പം ശ്രീത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ശ്രീത്ത് ഓൾ ദ ബെസ്റ്റ്. ഏതായാലും റോബോട്ടിക്സ് ഒക്കെ പഠിച്ച് ഏതെങ്കിലും വമ്പൻ കമ്പനിയുടെ താല്പര്യം നമ്മൾ ശ്രീത്തിനെ വീണ്ടും കണ്ടുകിട്ടും. താങ്ക് യു ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ മാത്രമല്ല മുതിർന്നവർ പോലും വളരെ സന്തോഷത്തോടു കൂടി വിസയൊക്കെ കൈപ്പറ്റി കാനഡയിലേക്ക് പോകാൻ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഞാൻ കണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മറ്റ് പല ഏജൻസികളുണ്ടെങ്കിലും ഈ പ്രീ ഡിപ്പാർച്ചർ സെഷൻ എന്ന് പറയുന്നത് ഇത്രയും ഗംഭീരമായിട്ട് നടത്തുന്ന മറ്റൊരു ഏജൻസിയോടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും കാലത്ത് 20 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കൃത്യമായും രാജ്യം അതുപോലെ തന്നെ സഹപ്രവർത്തകരും ചേർന്ന് ഈ കുട്ടികൾക്ക്, അതായത് കാനഡയിൽ പോകുന്ന എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത് ഡൂസ് ആൻഡ് ഡോൺസ്. അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നിങ്ങൾ രക്ഷകർത്താക്കളെ മറക്കരുത് എന്ന് പറയുന്ന കാര്യം പോലും ആ ഒരു വളരെ എന്താ പറയുക ഒരു സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് എനിക്കൊക്കെ ഞാൻ ശരിക്കും അനുഭവിച്ചാണ്. എൻ്റെ മോളൊക്കെ വിദേശത്ത് പഠിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള സമഗ്രമായ കാര്യങ്ങളാണ് ഈ ഒരു പ്രീ ഡിപ്പാർച്ചർ സെഷനിൽ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഫെയർ ഫ്യൂച്ചറിനെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊരു പേടിയും കൂടാതെ മടിയും കൂടാതെ സമീപിക്കാം എന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി എന്ന് തന്നെ പറയാം. കാരണം ഞാൻ ഇപ്പോഴും ആരെങ്കിലും കാനഡയിൽ പോകുന്ന കാര്യം ചോദിക്കുമ്പോൾ നേരെ രാജിൻ്റെ നമ്പറാണ് കൊടുക്കുന്നത്. കാരണം എനിക്കറിയാം അവിടെ യാതൊരു തട്ടിപ്പും ഇല്ല എന്നുള്ള കാര്യം. അപ്പം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.